നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ് അറിയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയുന്നുണ്ടാകുമോ? ഒരു പ്രധാന മീറ്റിങ്ങിലേക്ക് നിങ്ങൾ പോവാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയാണ്, എനിക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷേ തോളുകൾ മുറുകിയിട്ടുണ്ട്, താടിയിൽ ഇങ്ങനെ താടി പിടിച്ചിട്ടുണ്ട്, ശ്വാസം ഇങ്ങനെ പെട്ടെന്നായിട്ടുണ്ട്, വയറ്റിലൊരു ചെറിയ അസ്വസ്ഥത. 5 മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾ പറയുന്നത് എന്തോ ഒരു ടെൻഷനുണ്ട്. പക്ഷെ ശരീരം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളത് കേട്ടില്ല. ഇവിടെയാണ് പുരാതന ഇന്ത്യൻ മനസ്സിൻ്റെ പരിശീലനങ്ങളിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു വാതിൽ തുറക്കുന്നത്. മനസ്സിലൂടെ മാത്രം പിടിക്കാനോ അറിയാനോ ശ്രമിക്കാതെ ശരീരത്തെ നിരീക്ഷിച്ചും മനസ്സിനെ വായിക്കാൻ പഠിക്കുക. യോഗ പാരമ്പര്യത്തിലെ പല പരിശീലനങ്ങളിലും ശരീരത്തിൻ്റെ സ്ഥിതി, ശ്വാസം, ഉള്ളിലെ അനുഭവങ്ങൾ എന്നിവ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന രീതികൾ കാണാം. ഇവയെല്ലാം ഒരേ ടെക്നിക്കല്ല, അവയ്ക്ക് വ്യത്യസ്ത ലക്ഷ്യങ്ങളും ദാർശനിക പശ്ചാത്തലങ്ങളും ഉണ്ട്. പക്ഷേ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്നെ ആകർഷിച്ച ചോദ്യം മറ്റൊന്നാണ്. ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി തിരിച്ചറിയാൻ പഠിച്ചാൽ നമ്മുടെ വികാരങ്ങളും പ്രതികരണത്തെയും നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? മോഡേൺ ന്യൂറോ സയൻസിൽ ഇതുമായി ബന്ധപ്പെട്ട അതിശയകരമായിട്ടുള്ള പദമുണ്ട്, ഇൻട്രോസെപ്ഷൻ. ലളിതമായിട്ട് പറഞ്ഞാൽ ശരീരത്തിനുള്ളിൽ നിന്ന് വരുന്ന സിഗ്നൽസ് തിരിച്ചറിയാനുള്ള തലച്ചോറിൻ്റെ കഴിവ്. ഇപ്പം ഹൃദയം എങ്ങനെ ഇരിക്കുന്നത്, ശ്വാസം എങ്ങനെ പോണത്, നമുക്ക് വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, വയറ് നിറഞ്ഞോ, ശരീരത്തിൽ ടെൻഷനുണ്ടോ, ചൂടാണോ, തണുപ്പാണോ, ഇത്തരത്തിലുള്ള ആന്തരികമായ സിഗ്നലിനെ ബ്രെയിൻ നിരന്തരമായി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു പദം പരിശോധിക്കുകയാണെങ്കിൽ ബോഡി അവയർനെസ്. ലളിതമായിട്ട് പറഞ്ഞാൽ ശരീരത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ബോധപൂർവം ശ്രദ്ധിക്കാൻ കഴിയുന്ന കഴിവ്. ഇൻട്രോസെപ്ഷനും ബോഡി അവയർനെസ്സും കൃത്യമായ ഒരേ കാര്യമല്ല, പക്ഷേ രണ്ടും നമ്മളെ ഒരു പ്രധാന സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വികാരം തലയിൽ മാത്രം അനുഭവിക്കുന്ന ഒന്നല്ല. ഒരു വലിയ പ്രസൻറ്റേഷന് മുമ്പ് നിങ്ങളുടെ ചിന്തകൾ മാറുന്നതിനൊപ്പം ശരീരത്തിലും മാറ്റങ്ങൾ വരാം. ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമ്മൾ തോൾ മുറുകാം, ശ്വാസം മാറാം, മുഖത്തെ മസിൽസ് മാറാം, ഹൃദയമിടിപ്പ് മാറാം. നിങ്ങൾ ആ സിഗ്നലിനെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ വികാരം പൂർണ്ണമായി നിങ്ങളെ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് കാണാൻ തുടങ്ങാം. ഇതാണ് ഇതിൻ്റെ പീക്ക് പെർഫോമൻസ് വാല്യൂ. ഒരു ബിസിനസ്മാൻ ഒരു നെഗോഷിയേഷനിലാണ്. മുന്നിലുള്ള വ്യക്തി ഒരു പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്തു. അദ്ദേഹം പറയുന്നു, ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ റിജക്റ്റ് ആയപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ശരീരം മറ്റൊരു കഥ പറയുന്നുണ്ടാവും. അത് താടി മുറിയിരിക്കുന്ന, ശ്വാസം മാറിയിരിക്കുന്നു, ശരീരം മുന്നോട്ട് വരുന്നു, ശബ്ദത്തിൻ്റെ ടോൺ മാറാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തിൻ്റെ ഏർലി സിഗ്നൽസ് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത വാക്ക് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ ചോയ്സ് ലഭിക്കും. അപ്പോൾ അയാൾക്കൊരു ഓപ്ഷനും കൂടി ഉണ്ടാവും, അല്ലേ? മറ്റൊരു ഉദാഹരണം കൂടി എന്ന് പറയാം. ഒരു പ്രൊഫഷണൽ രാവിലെ മുതൽ ജോലി ചെയ്യണം, വൈകുന്നേരം 4 മണിക്കൊരു പ്രധാന തീരുമാനം എടുക്കണം. അയാൾ കരുതാണ്, ഞാൻ ലോജിക്കലായിട്ടാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അയാൾക്ക് വിശപ്പുണ്ട്, ആ സമയം ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്, സ്ട്രെസ്സ് ഉയർന്നിട്ടുണ്ട്, ശ്രദ്ധയുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, ഡിസിഷൻ എടുക്കുന്നത് ബുദ്ധി മാത്രമാണോ? അല്ല, ആ സമയത്തെ ശരീരാവസ്ഥയും ആ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. ഇവിടെയാണ് പുരാതന ബോഡി അവയർനെസ് പ്രാക്ടീസിൻ്റെ പ്രായോഗിക മൂല്യം ഞാൻ കാണുന്നത്. ഇവിടെ നമ്മൾ ശരീരത്തെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇൻഫർമേഷൻ സോഴ്സായിട്ട് ഉപയോഗിക്കണം. നിങ്ങളുടെ ശരീരം ചിലപ്പോൾ ഒരു ഡാഷ്ബോർഡ് പോലെയാണ്. ഇപ്പോൾ കാറിൻ്റെ ഡാഷ്ബോർഡിൽ ഒരു വാർണിംഗ് ലൈറ്റ് വന്നാൽ നമ്മൾ ആ വാർണിംഗ് ലൈറ്റിനോട് ദേഷ്യപ്പെടലല്ലോ ചെയ്യാം. ഈ ലൈറ്റ് എന്തിനാണ് വന്നത് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുകയുമില്ല, അല്ലേ? അതൊരു വിവരം കിട്ടി നമുക്ക്. അതുപോലെ ഇപ്പോൾ തോളിലൊരു ടെൻഷൻ, വയറ്റിലൊരു അസ്വസ്ഥത, നമ്മൾ ശ്വാസം വേഗത്തിലായിട്ടുണ്ട്, ഒരു റെസ്റ്റ്ലെസ്നെസ്, ഇവയെല്ലാം എല്ലായ്പ്പോഴും ഒരേ കാര്യം അർത്ഥമാക്കില്ല, പക്ഷേ അവ ശ്രദ്ധിക്കേണ്ട ഇൻഫർമേഷൻ ആയിരിക്കും. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ല. ഇപ്പോൾ ഹൃദയം വേഗത്തിലിരിക്കുകയാണ് എന്നുള്ളതൊരു സെൻസേഷൻ. അപ്പോൾ എനിക്കെന്തോ വലിയ പ്രശ്നമുണ്ട്, അത് ഇൻ്റർപ്രിട്ടേഷൻ, അല്ലേ? എന്നെ നിർവചിക്കണം. വയറ്റിലൊരു കോളിളക്കം, അതൊരു സെൻസേഷൻ. അപ്പോൾ ഞാൻ ഈ പ്രസൻറ്റേഷൻ നശിപ്പിക്കും, അത് ഇൻ്റർപ്രിട്ടേഷൻ. ഇവ രണ്ടും വേർതിരിക്കാൻ പഠിക്കുന്നത് ഒരു ശക്തമായ മെൻ്റൽ സ്കില്ലാണ്. ഇത് ഒരു ഹൈ പെർഫോമൻസിന് വളരെ പ്രധാനമാണ്. കാരണം ശരീരത്തിൽ വന്ന സിഗ്നലിനെ തെറ്റായ കഥയാക്കി മാറ്റിയാൽ പെർഫോമൻസ് താഴാം. അതേ സിഗ്നലിനെ വെറും ഇൻഫർമേഷനാക്കി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യക്തമായി പ്രതികരിക്കാം. ഈ പേഴ്സണൽ മെൻറ്ററിങ്ങിൽ ഇപ്പം നമ്മളിങ്ങനെ അയാളുടെ കാര്യങ്ങൾ പറയാം, അതിങ്ങനെ കേട്ടുകൊണ്ട് മാത്രം കാര്യങ്ങൾ മതിയാവില്ല. ഇപ്പോൾ പ്രഷർ വന്നാൽ അയാളെ ശരീരം എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് അയാൾക്ക് ടെൻഷൻ ആദ്യം വരുന്നത്, എനർജി അയാളുടെ എപ്പോഴാണ് താഴുന്നത്, ഏത് സാഹചര്യത്തിലാണ് അയാളുടെ ബ്രീത്തിങ് പാറ്റേൺ മാറുന്നത്. ഒരു മനുഷ്യൻ സ്വന്തം സിഗ്നൽസ് തിരിച്ചറിയാൻ പഠിച്ചാൽ പല പ്രതികരണങ്ങളെയും അവ സംഭവിച്ച ശേഷമല്ല, സംഭവിക്കുന്നതിന് മുമ്പേ പിടിക്കാൻ നമുക്ക് കഴിയും. ഇനിയിപ്പോൾ തന്നെ ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കാം. ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു സെക്കൻഡ് മാത്രം.
നിങ്ങളുടെ തോളുകളൊന്ന് ശ്രദ്ധിക്കുക. റിലാക്സ്ഡ് ആണോ, ടൈറ്റാണോ, ഇത്രമാത്രം. ഇപ്പോൾ റിലാക്സ് ചെയ്യിക്കാൻ പോലും ഞാൻ പറയുന്നില്ല, വെറുതെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നീട് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവകാശം കിട്ടുന്നത്. ഞാൻ അടുത്ത എപ്പിസോഡിൽ പുരാതന ഇന്ത്യൻ പരിശീലനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു പദത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തപസ്. പലരും തപസ് എന്ന് കേൾക്കുമ്പോൾ കാട്ടിൽ പോയിട്ട് കഠിനമായി ജീവിക്കുന്ന ഒരാളെയാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ സൈക്കോളജി അതിലും രസകരമാണ്. ഒരു മോട്ടിവേഷൻ ഇല്ലാത്തൊരു ദിവസം പോലും ഒരു മനുഷ്യനെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നീക്കുന്നത് എന്താണ്? സുഖം തേടുന്ന തലച്ചോറിനെതിരെ എപ്പോഴും യുദ്ധം ചെയ്യാതെ ഡിസ്കംഫോർട്ട് സഹിക്കാനുള്ള ശേഷി തന്നെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുമോ? അടുത്ത എപ്പിസോഡിൽ തപസ്സിനെ സെൽഫ് പണിഷ്മെൻ്റ് ആയിട്ടല്ല, പീക്ക് പെർഫോമൻസിൻ്റെ അതിശക്തമായ ഒരു ട്രെയിനിങ് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും അതായത് നമ്മുടെ ശരീരം നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിന് മുമ്പ് തന്നെ അതേക്കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ശരീരം അതിൻ്റെ പ്രകടനങ്ങൾ ആരംഭിക്കും. അപ്പോൾ ഇതിനെ ബോധപൂർവ്വം നിരീക്ഷിക്കാൻ നമ്മൾ പഠിക്കും. അതൊരു കഴിവാണ്. അങ്ങനെ നമുക്ക് നിരീക്ഷിച്ച് കാര്യങ്ങൾ നമ്മൾ കൈവിട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി ചെയ്യണോ അതിനുള്ള ചോയ്സ് നമുക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി നമുക്ക് ലഭിക്കും. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തപസ്സിനെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നോക്കാം.